ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടപ്രഥമൻ ഉണ്ടാക്കാം. ഓക്കെ, അതിനായിട്ട് ആദ്യം നമുക്ക് അട ഞാനിന്നിപ്പോൾ എടുക്കുന്നത് 200 ഗ്രാം അടയാണ്. ആ അട നല്ല വെള്ളം വെട്ടി തിളപ്പിച്ച് അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അട പൊടിച്ചിടണം. എന്നിട്ട് തീ ഓഫ് ചെയ്യണം. ഫ്ലെയിം അണച്ചിട്ട് നമ്മൾ ചൂടാറും വരെ വെച്ചേക്കാം. അതിന് ശേഷം നമ്മൾ നല്ലപോലെ അപ്പോൾ ഒന്ന് വേവും. അതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു അരിപ്പുണ്ടെങ്കിൽ ഇതിനകത്തോട്ടെടുത്ത് തട്ടി പൈപ്പിൽ കാണിച്ച് നല്ലപോലെ കഴുകി എടുക്കണം. ഓക്കെ, നല്ലതുപോലെ ഇങ്ങനെ കഴുകി എടുക്കണം. ഒട്ടലൊക്കെ മാറാനായിട്ടാണ് ഇങ്ങനെ കഴുകി എടുക്കണം. എന്നിട്ട് അപ്പോൾ അടയായി. അത് കഴിഞ്ഞിട്ട് ശർക്കര പാനി കാച്ചി വയ്ക്കുക. അടയായി. ഇനി ചവ്വരി. ഓക്കെ, ചവ്വരി ഇതുപോലെ കാച്ചി വയ്ക്കണം. അതിനുശേഷം 3 പാല് എന്നുവെച്ചാൽ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. പിന്നെ ഞാൻ തേങ്ങ ചെറുതായിട്ട് നുറുങ്ങിയിട്ട് മൂപ്പിച്ചെടുത്തതാണ്, നെയ്യിൽ വറുത്തെടുത്തതാണ്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത്രയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. തേങ്ങ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാൽ തന്നെ അറിയാമല്ലോ അല്ലേ? തേങ്ങാപ്പാലാണ്. തേങ്ങ തിരുകി തേങ്ങാപ്പാലെടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം നല്ല കട്ടിപ്പാൽ, അതിനുശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ 3-ാമത് അത് തന്നെ ഇത്രയും ലൂസായിട്ട്. ഇനി നമുക്ക് ഞാൻ ഇതിനകത്ത് തന്നെയാണ് നെയ്യും, അത് ഈ നെയ്യിൽ തന്നെയാണ്, ഈ പാത്രത്തിൽ നിന്നുള്ള നെയ്യ് ഒഴിച്ച് അതിനകത്ത് തന്നെ തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം ഞാൻ വറുത്തതാണ്. അതിൽ തന്നെ നമുക്ക് അടയെടുത്ത് തട്ടാം. ഓക്കെ, ഈ നെയ്യിൽ നമ്മൾ ഈ അടയിനൊന്ന് നല്ലപോലെ ഇളക്കിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് നെയ്യ് നല്ലപോലെ പിടിച്ച് അത് നല്ലപോലെ ഇളക്കിയെടുക്കണം. ഓക്കെ, ഞാൻ നല്ലപോലെ ഒന്ന് വരട്ടിയെടുത്തിട്ട് അടുത്ത് കാണിച്ചു തരാം. നമ്മൾ നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വരണ്ട്. ഇനി ഈ വരണ്ടയിലോട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന്. ഇപ്പം അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ട് എല്ലാവരും മധുരമൊക്കെ കുറച്ചേ ചേർക്കാറുള്ളൂ. അപ്പം അതനുസരിച്ച് അവരവരെ മധുരം എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കുക. ഞാനിപ്പം ഒരു 200 ഗ്രാം അടയ്ക്ക് ഒരു കട്ട ശർക്കരയാണ് അലിയിച്ചത്. പക്ഷെ ഞാൻ അതിൻ്റെ പകുതിയെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ശർക്കര പാനി കാച്ചി വെച്ചിരുന്ന അത് എളുപ്പമാണ്. കാരണം അത് അരിച്ച് കുപ്പിയിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ പിന്നെ നമുക്കൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് ഉപയോഗിക്കാം. അതുകൊണ്ട് മിച്ചം വന്നു എന്നുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, അത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അരിക്കാണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ശർക്കരയിലെല്ലാം ഭയങ്കര കല്ലും മണ്ണും പൊടികളൊക്കെയാണ്. അതുകൊണ്ട് മാക്സിമം ഇതുപോലെ പാനി കാച്ചി വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഫ്ലെയിം കൂട്ടി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ശർക്കര പാനിയിൽ കിടന്നൊന്ന് വേവട്ടെ. അതിൽ നല്ലപോലെ മധുരമൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനി നല്ലപോലെ ശർക്കരയും അടയും കൂടി നല്ലതുപോലെ കുറുവിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചവ്വരി ഒഴിക്കാം കേട്ടോ. ചവ്വരി ഒഴിച്ചിട്ടുണ്ട്. ചവ്വരിയും അടയും ശർക്കരയും കൂടി നല്ലപോലെ ഒന്ന് കുറുകി. ഓക്കെ, ഇത് എളുപ്പമാണ് കേട്ടോ. അടപ്പായസം ചിലവർ വിചാരിക്കും ഭയങ്കര പാടാണ് എന്നൊക്കെ. പക്ഷേ അങ്ങനെ പാടൊന്നുമില്ല. ഈ പണ്ടൊക്കെ കാലത്ത് എന്തോ അരിയിലുണ്ടാക്കി ചെയ്യും അങ്ങനെയൊക്കെ. ഇപ്പം അങ്ങനെയല്ലല്ലോ, നമുക്ക് അട വാങ്ങാൻ കിട്ടും.
അതിനെ ഒന്ന് നല്ലപോലെ തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വേവിക്കണം, അത്രേ ഉള്ളൂ. വെള്ളം തിളച്ചിട്ട് തീ അങ്ങ് ഓഫ് ചെയ്തേക്കണം. അതിൽ കിടന്ന് വേവണം, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞ് ഒട്ടിപ്പോവും. ഓക്കെ, ഇപ്പം എന്തേ അടയും ചവ്വരിയും ശർക്കരയും കൂടി നല്ലപോലെ കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 3-ാം പാൽ ഒഴിക്കാം. ഇതിന് നമ്മൾ 3-ാം പാലെന്ന് പറയുന്നത്. അടയ്ക്കും കടലയ്ക്കും അധികം വെള്ളം വേണ്ടി വരില്ല. പക്ഷെ സേമിയ പായസത്തിന് നല്ലതുപോലെ പാലൊഴിക്കേണ്ടി വരും. എത്ര ഒഴിച്ചാൽ അത് കുറുകി പിടിക്കും. ഇതിനധികം വേണ്ടി വരില്ല. ഞാൻ 3-ാം പാൽ ഒഴിച്ചിത്തിരി കൂടി പോയോ എന്തോ നോക്കാം. വേവും, ഇനിയും കുറവും. അപ്പം നമുക്ക് വീണ്ടും ഒഴിക്കാം. പിന്നെ എല്ലാവർക്കും എൻ്റെ പാചകങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഫുൾ കാണണം കേട്ടോ. വീഡിയോ ഫുൾ കണ്ടാലേ അത് ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമേ ഇത് നമുക്ക് ഫുൾ അത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇടുന്നത് എന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഫുൾ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഇളക്കി കൊടുക്കുക. കുറുകി തുടങ്ങിയിട്ടുണ്ട് 3-ാം പാൽ ഒഴിച്ചത്. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിക്കാം. ഓക്കെ, 2-ാം പാൽ ഇത് വലുതായിട്ട് ഇനി നമുക്ക് കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. ഇനി നമുക്ക് 1-ാം പാലും കൂടി ഒഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് മിച്ചം വെച്ചിട്ടുണ്ട്. ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഇനി നമുക്ക് തീർന്നു, നമ്മളെ പായസം പണി തീർന്നു. ഇനി നമുക്ക് 1-ാം പാലും കൂടി ഇതൊന്ന് തിളയ്ക്കണത്. അടുത്ത് നമുക്ക് 1-ാം പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കണ്ട കേട്ടോ. 1-ാം പാൽ ഒഴിച്ചങ്ങ് തിള വരും മുന്നേ നിർത്തണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2-ാം പാൽ ഒഴിച്ച് തിളയ്ക്കണം. അതിനുശേഷം നമ്മൾ 1-ാം പാൽ ഒഴിച്ച് അതിന് ഏലയ്ക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഈ സംഭവങ്ങളെല്ലാം ഒന്ന് ഇട്ട് നിർത്തും. അതാണ് നമ്മൾ പായസം. ഓക്കെ, വളരെ ഈസിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ സേമിയൊക്കെ ചെയ്യുന്നേക്കാളും എളുപ്പമാണ്. പക്ഷേ ഒരുവിധം എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് അടപ്രഥമൻ ചെയ്യുന്നത് ഭയങ്കര പാടെന്നാണ്. ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചേ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ചെയ്തു നോക്കി, 1-2 തവണ ചെയ്തു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഈസിയാണെന്ന്. അതുപോലെ അതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒട്ടുമോ എന്നുള്ളതായിരുന്നു. അടകൾ തമ്മിൽ ഒട്ടി കട്ട കെട്ടുമായിരുന്നു പണ്ടൊക്കെ. പിന്നെ അതിൻ്റെ ട്രിക്ക് മനസ്സിലാക്കി. ഞാൻ ഇതുപോലെ പല വീഡിയോസും കണ്ടിട്ട് തന്നെയാണ് ഞാൻ നോക്കി എല്ലാം ചെയ്തതിന് ശേഷമേ നമ്മൾ അത് നല്ലതുപോലെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, തോരാൻ വെച്ചിട്ട് അത് നേരെ പൈപ്പിൻ്റെ മൂട്ടിലോട്ട് തന്നെ കാണിച്ച് നേരെ തണുത്ത വെള്ളത്തിൽ അതിനങ്ങ് നല്ലപോലെ കഴുകണം. അപ്പോൾ അതിൻ്റെ പശപ്പൊക്കെ അങ്ങ് മാറും. അപ്പോൾ പിന്നെ ഇങ്ങനെ വേകുമ്പോൾ കണ്ടതാണ്ടുണ്ട്. ഇപ്പോൾ എല്ലാം വേറിട്ടാണ് കിടണം, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇങ്ങനെ കിട്ടും. ഓക്കെ, കുറുകുന്നുണ്ട്. അപ്പം ഞാൻ 2-ാം പാലും ഫുള്ളായിട്ടങ്ങ് ഒഴിക്കുവാണേ. ഇനി കുറച്ചും കൂടിയല്ലേ ഉള്ളൂ. 1-ാം പാൽ ശകലമേ വെച്ചിട്ടുള്ളൂ. ഒരു ഗ്ലാസ് അത്രേ ഉള്ളൂ 1-ാം പാൽ. പിന്നെ കുഴപ്പമില്ലല്ലോ. 2-ാം പാലും കുറുകി തുടങ്ങി. ഇനി നമുക്ക് ലാസ്റ്റ് ഓക്കെ 1-ാം പാൽ ഒഴിക്കുവാണേ. നമ്മൾ അവസാനത്തെ ഈ 1-ാം പാൽ ഒഴിച്ചിട്ട് തിള വരണ്ട. മോൻ എൻ്റെ കൈയൊക്കെ പിടിച്ചങ്ങ് മാറ്റുക. അവന് ക്ലിയറായിട്ട് കാണുന്നില്ല എന്നും പറഞ്ഞു. 1-ാം പാൽ ഒഴിച്ച് തിള വരണ്ട കേട്ടോ. തിള വരാണ്ട് ചെറിയ ഒരിതാവുമ്പോൾ നമുക്കങ്ങ് അണച്ചേക്കാം. നമ്മുടെ പായസം റെഡിയായല്ലോ. അടപ്രഥമൻ റെഡിയായേ. നമുക്ക് ലാസ്റ്റ് കുറച്ച് ഏലയ്ക്ക, നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്ത്, അത് നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി,
ഇത് ലാസ്റ്റും ഒരു ചെറിയ ഡെക്കറേഷൻ വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുവാണേ. ഒന്ന് ഇളക്കി, ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡിയായി. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.